ഡെലിവറൻസ് മിനിസ്ട്രി, വിടുതലിൻ്റെ ശുശ്രൂഷ. ഇനി കുറേ ദിവസങ്ങളിലേക്ക് നമ്മൾ വിടുതലിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഞാൻ മെയിനായിട്ട് അയക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സൗകര്യമില്ലാത്ത അമ്മമാർ കാണും, അപ്പന്മാർ കാണും, കഴിവില്ലാത്തവർ കാണും. അവർക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെ ദൈവത്തിൻ്റെ ഡെലിവറൻസ് അല്ലെങ്കിൽ വിടുതൽ കിട്ടും. അതിനുവേണ്ടി നമ്മളൊരു സഭായോഗത്തിൽ പോയി അല്ലെങ്കിൽ ഒരു അച്ഛനെ ഒരു പാസ്റ്ററെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ആഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ചാലേ കിട്ടുമോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനം എവിടെയാണേലും പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് അയക്കുന്ന വചനം നിങ്ങളുടെ യൂട്യൂബിനകത്ത് വരുമ്പോൾ, നിങ്ങളുടെ ടി വിയിലകത്ത് എവിടെയെങ്കിലും വരുമ്പോൾ അത് പല പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കാമെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് വിടുതൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിടുതലിൻ്റെ ഈ കണ്ണിനകത്ത് വെളിച്ചം വരുന്ന പോലെ ഈ രാത്രി മാറി ഇരുട്ട് വരുന്നത് പെട്ടെന്നല്ല. നമ്മൾ 5 മണിക്ക് എഴുന്നേക്കാമെങ്കിൽ, ഞങ്ങൾ 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ 6 മണിക്ക് ഞങ്ങൾ നടക്കാൻ പോകും, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ. 6 മണിയാകുമ്പം ഒട്ടും വെട്ടം വന്നിട്ടില്ല, പക്ഷേ കൂരിരുട്ടല്ല താനും, ചെറിയ വെട്ടമുണ്ട്. പക്ഷേ 6 മണിക്ക് ഒരു 6:05 6:10 ആകുമ്പോഴത്തേക്ക് വെട്ടം ഒരുവിധം നന്നായിട്ട് വന്നു കഴിഞ്ഞു. ആ 10 മിനിറ്റിനകം വെട്ടം വന്നു കഴിഞ്ഞു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കൂരിരുട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ദൈവസന്നിധിയിൽ ചെന്നിരുന്നാൽ കൂരിട്ട് അങ്ങോട്ട് മാറും. അവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടനെ ഉത്തരം കിട്ടില്ല, അത് മാറിയെന്നേ, കൂരിരുട്ട് മാറി. പക്ഷെ അത് ക്രമേണ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് വചനം കേട്ടുകൊണ്ടേ ഇരുന്ന് പ്രാപിച്ചെടുക്കുക. ഡെലിവറൻസ് മിനിസ്ട്രി. എന്തിനാണ് ഈ ഡെലിവറൻസ് മിനിസ്ട്രി? എന്തിനാണ് നമ്മൾ ഈ ഡെലിവറൻസ് മിനിസ്ട്രി അല്ലെ വിടുതലിൻ്റെ ആത്മാവിനെ അയക്കുന്നത്? വിടുതലിൻ്റെ ആത്മാവിനെ അയക്കുകയാണ്, പരിശുദ്ധാത്മാവിനെയാണ് അയക്കുന്നത്. എന്താണ് ഇതിൻ്റെ മോട്ടീവ്? നമുക്കൊരു ലക്ഷ്യം വേണമല്ലോ, അല്ലെങ്കിൽ ഒരു ഉദ്ദേശമില്ല നമ്മളൊരു കാര്യം ചെയ്തില്ല. വാട്ട് ഈസ് ദ മോട്ടീവ് ഓർ വാട്ട് ഈസ് ദ പേർപ്പസ് ബിഹൈൻഡ് ഇറ്റ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും 2 കൊരിന്ത്യർ 10:31 പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം കൊടുക്കണം. 1 കൊരിന്ത്യർ 10:31 1 കൊരിന്ത്യർ 10:31 ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം കർത്താവിന് വളരെ നിർബന്ധമാണ് ദൈവത്തിൻ്റെ സത്യവചനം. കർത്താവ് പറയുന്നില്ലേ, നിങ്ങൾ ലോകത്തിൻ്റെ അന്ത്യത്തോളം വരെ പോയിട്ട് എൻ്റെ വചനം പറഞ്ഞു കൊടുക്കുവിൻ. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, നമുക്ക് ദൈവം പ്രശ്നങ്ങൾ അയക്കുമ്പോൾ, അല്ലെ പരീക്ഷകൾ അയക്കുമ്പോൾ, അല്ലെ കഷ്ടപ്പാട് വരുമ്പം 1 കൊരിന്ത്യർ 10:13 അതിനൊരു പോക്ക് വഴിയാണ്. എന്നാൽ ഞാൻ 10:31 ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ എന്തിനാണെന്നൊക്കെ ചോദിക്കും. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. യഹൂദന്മാർക്ക് യവനന്മാർക്കും ദൈവസഭയ്ക്ക് ഇടർച്ചയല്ലാത്തവരാകുവീൻ. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, എങ്ങനെ പോയാലും രക്ഷ കൊടുക്കണം. എങ്ങനെ പോയാലും ഇതായിരിക്കണം നമ്മുടെ ആർക്ക്, എന്തിന്? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ കൂട്ടത്തിൽ ചെന്ന് അവർ ഭക്ഷണം കഴിക്കുമ്പം നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് കഴിക്കാനൊക്കെ അവരുടെ കൂടെ കഴിക്കണം. എനിക്കൊന്ന് ഉപവാസം എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടിയ നിർബന്ധം ദൈവമായിട്ട് ഉടമ്പടി എടുത്തെങ്കിൽ ചെയ്യേ, അതല്ല എങ്കിൽ അവരുടെ കൂടെ ചേർന്നിരിക്കും. അതല്ല വേറൊരാളുടെ മുമ്പിൽ നമ്മൾക്ക് വേറെ ചില ആവശ്യങ്ങൾ അവരുടെ കൂടെ നിന്ന് ചെയ്യണമോ, ന്യായമായതാണെങ്കിൽ അവരുടെ കൂടെ നിന്ന്, നമുക്ക് സമയമില്ലെങ്കിൽ അല്പസമയം എടുത്ത് എന്ത് ചെയ്താലും എന്തായിരിക്കണം എന്നാണ് പറയുന്നത് ദൈവത്തിന്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോഴും എല്ലാ ജീവിത ശൈലികളിലും ദൈവത്തിൻ്റെ മഹത്വം വരുന്നു എന്ന് പറയാനുള്ള ശക്തി നമുക്കായിട്ടുണ്ടോ? നന്മ വരുമ്പം ദൈവത്തിന് എന്നെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതാന്നൊക്കെ നമ്മൾ ഗമയായിട്ട് നമ്മൾ സാക്ഷ്യം പറയും. പക്ഷെ പ്രയാസം വരുമ്പോൾ അത് ദൈവമയച്ച ദൈവമാണെന്ന് പറയാൻ നമുക്ക് പ്രയാസമല്ലേ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു അമേരിക്കൻ ഫ്രണ്ട്. അവരുടെ മോൾക്ക് അങ്ങേറ്റം നമുക്ക് പറയാൻ വയ്യാത്ത പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ അവരെന്നോട് വിളിച്ചേച്ച് പറയും, എൻ്റെ കൂടെ ഇരുന്നേച്ച് പറയും, വിമല എൻ്റെ മോൾക്ക് പുതിയൊരു വാതിൽ തുറക്കാൻ പോകുക ദൈവം. അപ്പം ഞാൻ വിചാരിക്കും എന്നെ അവസാനം എന്നോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യമൊന്നും എന്നോട് പറയണ്ട, കാരണം ഇനി ഞാനത് പറഞ്ഞെന്നും പറഞ്ഞ് വല്ലവരും പറഞ്ഞ് നടന്നിട്ട് പ്രശ്നമാക്കണ്ട. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു,
അതല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുക എന്ന് പറഞ്ഞ് പിന്നെ അവരെന്നോട് നിർബന്ധം പറഞ്ഞപ്പോൾ എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ വയ്യാത്ത പ്രയാസമായിരുന്നു. പക്ഷേ ആ പ്രയാസത്തിൻ്റെ നടുക്കും ആ സ്ത്രീ എന്നോട് പറയുന്നത് എന്തുവാണോ, എൻ്റെ മകൾ അടുത്ത പടി തുറന്ന് കയറാൻ പോവുക ദൈവത്തിലോട്ടൊന്ന്. അതേപോലും കഷ്ടത്തിൻ്റെ നടുക്ക് നമ്മളങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്ത്രീ എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന്. 1 കൊരിന്ത്യർ 10:13 വളരെ പ്രധാനമാണ്. നമുക്ക് നോക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമ്മൾ പറയുന്നത് അയ്യോ എനിക്ക് മാത്രം ഈ ഭാരം, എനിക്ക് മാത്രം. അർത്ഥം പറയുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നമ്മുടെ കഴിവിനപ്പുറമായ പരീക്ഷ അയക്കത്തില്ല. പക്ഷെ നമ്മൾ പരീക്ഷ അയച്ചാൽ അതിനൊരു പോക്കുവഴി, അല്ലെ ഒരു വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ അതിനൊരു ഒരു വെളിച്ചം ദൈവം അയച്ചെന്ന് അതിൽ നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് പലപ്പോഴും പ്രശ്നം നന്മയാക്കി മാറ്റിത്തരും. പിന്നെ ഈ പ്രയാസ സമയത്ത് നമ്മുടെ സ്വഭാവം ചൊവ്വാവുന്നേ കാണാം. പ്രശ്നമില്ലെങ്കിൽ നമ്മളെല്ലാം ചേട്ടത്തിൽ അങ്ങനെ ഞാനെന്നുള്ള ഭാവത്തിൽ കയറി. പക്ഷെ അതെല്ലാം എടുത്ത് കളയുക ദൈവം. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്തായിരിക്കണം? വൈ ഡു യു ഡു മിനിസ്ട്രി? 1, യു ഷുഡ് ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. 2, നമ്മുടെ പ്രവർത്തനം തീക്കകത്തൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ടെസ്റ്റ് ഓഫ് ഫയറിൽ കൂടെ പോയെങ്കിലേ ദൈവത്തിന് ഉപയോഗിക്കേണ്ടത്. 3, ദൈവത്തിൻ്റെ പവറിലും ശക്തിയിലും ഇത് ചെയ്യുക. പരിശുദ്ധാത്മാവിൻ്റെ തീയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ബ്രിങ്ങിങ് ഗ്ലോറി ടു ഗോഡ് എന്ന് പറയുമ്പം പലപ്പോഴും ഉപയോഗിക്കേണ്ടിയ വാക്യം, അല്ലെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ വാക്യം റോമർക്കെഴുതിയ ലേഖനം 12:1-2. പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ്, ഇത് കാണാതെ പഠിക്കണം. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സൊലിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. പൗലോസ് പ്രബോധിപ്പിക്കുക. റോമർക്കെഴുതിയ ലേഖനം 12:1-2 ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് അർപ്പിപ്പീൻ. നമ്മൾ ഈ ദൈവത്തിൻ്റെ യാഗവസ്തുവായിട്ട് കയറി നിൽക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവിൻ. അപ്പം നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കൊരു പുതിയൊരു മനസ്സിനെ ആദ്യം ഉണ്ടാകും. ഏതൊരു ഡെലിവറൻസ് മിനിസ്ട്രിക്കും നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ, അവർ കുറേ നേരം പാട്ടുപാടി ആത്മാവിലാകുന്നിടം വരെ നമ്മുടെ മെയിൻ ലൈൻ ചർച്ചിൽ അവർ പാട്ട് പാടും. സഭയിൽ പാടുന്ന പാട്ട് തന്നെ പാടും. അല്ലാത്തടത്ത് പാട്ടുപാടി അവർ കുറേ കഴിയുമ്പോൾ അന്യഭാഷയിലോട്ട് കയറിയിട്ട് ആത്മാവിൽ സന്തോഷിക്കും. പ്രശ്നത്തിന് നടുക്കാണിത് ചെയ്യുന്നത്. പക്ഷേ ആത്മതലത്തിലോട്ട് കയറുമ്പം ജഡീക തലം മാറിയിട്ട് ആത്മതലം പൊങ്ങി വരുമ്പോൾ നമുക്കൊരു വ്യത്യാസം വരും. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ മനസ്സിനെ പുതുക്കാൻ വേണ്ടി ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടാണ് ഡെലിവറൻസ് പോലും നടക്കുന്ന വചനങ്ങൾ പറയുന്നത്. അപ്പം നമ്മുടെ അൺറിന്യൂഡ്, അതായത് പഴയ മനസ്സും കൊണ്ടിരുന്നാൽ ദൈവത്തിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ദ ചേഞ്ച് ഹാസ് ടു ഹാപ്പൻ ഇൻ യുവർ തിങ്കിങ്. നമ്മുടെ ചിന്തകൾ മാറ്റണം. ചിന്തകൾ മാറ്റുകയാണെങ്കിൽ നമ്മളെ ദൈവം തമ്പുരാൻ ഡെലിവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ മിനിസ്ട്രി തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കാണ്? വാട്ട് വിൽ ഐ ഗെറ്റ് ഫ്രം ഗോഡ് എന്നുള്ളത് ആയിരിക്കരുത്. എനിക്ക് ദൈവത്തിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതല്ല നമ്മുടെ മെയിൻ പോയിന്റ്. ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇരുട്ടും വെളിച്ചം പോലെയാണ്. അതായത് ഡെലിവറൻസിന് ഇരിക്കുകയാണ്, എൻ്റെ പ്രശ്നം പരിഹരിക്കുന്നത് ശരിയാണ്. പക്ഷേ നമ്മളതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ദൈവമേ ഇത് പ്രശ്നം പരിഹരിച്ച ഇത് നിൻ്റെ മഹത്വത്തിന് വേണ്ടി. എൻ്റെ മാറുന്നുണ്ടോ? അതായത് ദൈവത്തിൽ നിന്ന് എന്ത് പ്രാപിക്കുന്ന എന്നതിനെ കൂടുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനാണ് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. വാട്ട് ക്യാൻ ഐ ഗീവ് ടു ദി അതർ പേഴ്സൺ? അതല്ലേ യേശു ക്രൂശേ കയറിയത്. കർത്താവ് ക്രൂശേ കയറിയപ്പോൾ കർത്താവ് തൻ്റെ രക്തവും ജീവനും തൻ്റെ മാംസവും എല്ലാം നമുക്ക് തന്നതിൻ്റെ ഉദ്ദേശം ക്രിസ്തു നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരിക്കലും ക്രിസ്തുവിന് എന്ത് കിട്ടും? എൻ്റെ രക്ഷ നമുക്ക് തരണം, അത് വേറെ കാര്യം, അത് മെയിൻ പോയിന്റ്. ബട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം അപ്പം നമ്മൾ ഇത് തന്നെ ആയിരിക്കണം വിവാഹ ജീവിതത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ. കല്യാണത്തിന് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഏക മനസ്സ് എന്തായിരിക്കണം എന്നറിയാമോ? എന്നാൽ മറ്റേ വ്യക്തിക്ക് എന്ത് നന്മ വരും. രണ്ടുപേരും അങ്ങനെ ചിന്തിക്കാമെന്നുണ്ടെങ്കിൽ കുടുംബജീവിതം നിൽക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കല്യാണത്തിന് വലിയ ആർഭാടമായിട്ട് കാണിച്ച് ആ സമയത്ത് ഡാൻസും ചെയ്ത് പിന്നെ നമ്മുടെ പ്രൗഢിയെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണ്ടൊക്കെ നേടിയെന്നങ്ങ് ചിന്തിക്കുകയാണ്.
പക്ഷെ ഒരിക്കൽ പോലും ഭാര്യയും ഭർത്താവുമാകാൻ പോകുന്ന ചെറുക്കനും പെണ്ണും ഞാൻ മൂലം മറ്റേ ആൾക്ക് എന്ത് നന്മയാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്നില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഈ അടുത്തിടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ 1 മാസം മുമ്പാണ്. ഞാനൊരു കല്യാണത്തിന് നിന്ന് ആ പെൺകുട്ടി ഡാൻസ് ചെയ്യുകയാണ്. ആ പെൺകുട്ടിക്ക് നല്ലതായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാം. അപ്പോൾ അത് സ്റ്റേജിൽ പിന്നെ ചടങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭർത്താവിന് ഡാൻസ് ചെയ്യാൻ അറിയത്തില്ല. കുറച്ച് ഡാൻസ് ചെയ്ത് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരും കൂടെ സ്റ്റേജിൽ വന്നു. ഞാൻ നോക്കുമ്പം ഭർത്താവ് പുറത്തായി, സ്റ്റേജിന് പുറത്ത്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈ പെൺകുട്ടി അല്പനേരത്തേക്കെങ്കിലും ഈ കൊച്ചനെ കൂടെ ഒന്ന് വിളിച്ച് വലതു ഭാഗത്ത് നിർത്തി അവൻ ചുമ്മാതെങ്കിലും ഒന്ന് അനങ്ങിക്കൊണ്ട് നിന്നാൽ അതൊരു ഐശ്വര്യമല്ലേ. ഷീ ഡിഡ് നോട്ട് ഡൂ ദാറ്റ്. ആ കൊച്ചൻ സ്റ്റേജിന് പുറത്തെ സ്റ്റെപ്പേ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ അന്നേരം മനസ്സുകൊണ്ട് ചിന്തിച്ചു, ദൈവമേ, ഈ കണക്കിന് പോയാൽ എവിടം വരെ ചെല്ലും? കാരണം ആ ടൈമിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്ന ഭർത്താവിനെ കൂടെ കയറ്റി നിർത്തിക്കൊണ്ട് നിനക്ക് ഡാൻസ് അറിയാൻ പറ്റും, നിനക്ക് എന്നാ ഗുണമാണ്. യു ആർ തിങ്കിങ് യുവർ സെൽഫ്, യു ആർ വെരി സെൽഫിഷ്. അങ്ങനെ തുടങ്ങുന്ന ഒന്നും ശരിയാകത്തില്ല. അങ്ങനെ തുടങ്ങുന്ന ദൈവത്തിനോടുള്ള പ്രവർത്തനവും മിനിസ്ട്രി ഒന്നും ശരിയാകത്തില്ല. അപ്പോൾ ദ വൺ പോയിന്റ് ഐ സെഡ്, യു ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത്തേത്, ദ വർക്ക് ഷുഡ് സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ഫയർ. അത് അടുത്ത ദിവസം എടുക്കാം, സമയം പോയതിനാൽ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഡെലിവറൻസ് മിനിസ്ട്രി തുടങ്ങുമ്പോൾ എന്തിനാണ് ഈ മിനിസ്ട്രി ചെയ്യുന്നത്? നിന്നിൽ നിന്ന് എന്ത് ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഞങ്ങൾ കേൾക്കുന്നത്? അതോ ഞങ്ങൾക്ക് ഈ ഡെലിവറൻസ് മിനിസ്ട്രി മൂലം നിൻ്റെക്ക് വേണ്ടി, അപ്പച്ചന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്ത് നന്മ ചെയ്യാൻ സാധിക്കും? വാട്ട് ക്യാൻ ഐ ഡു ടു ഹെൽപ്പ് യുവർ മിനിസ്ട്രി? വാട്ട് ക്യാൻ ഐ ഡു ടു ബ്രിങ് യുവർ ഗോസ്പൽ എബ്രോഡ്? വാട്ട് ക്യാൻ ഐ ഡു ടു ബ്രിങ് ഗ്ലോറി ടു യു? നിനക്ക് നന്മയായിട്ട് ചെയ്യുവാൻ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും? അല്പ ആയുസ്സിലുള്ളതിൽ കർത്താവ്, ഇനിയുള്ള ശിഷ്ടായുസ് നിനക്ക് നന്മ ചെലുത്തുവാൻ, കർത്താവ് നിനക്ക് നന്മ ചെയ്ത് നിൻ്റെ വചനം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പടർന്നു പോകാൻ, അത് വായുമണ്ഡലത്തിലേക്ക് അയക്കുവാൻ. Go ye unto all the world and preach the good news. നിൻ്റെ നല്ല വർത്തമാനം പറഞ്ഞയക്കാൻ അനേക മക്കളെ ഒരുക്കിയെടുക്കാനുള്ളൊരു മിനിസ്ട്രിയാക്കി ഇത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവചനം സത്യവെളിച്ചമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, സത്യവെളിച്ചത്തിൻ്റെ ആത്മാവിൽ പകരുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രയോജനമാണ്. നിൻ്റെ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് നിൽക്കത്തില്ല. ഇരുളിൽ വെളിച്ചമുണ്ടായി എന്നാണ് പറയുന്നത്. വെട്ടത്തിന് ഇരുട്ടിനെക്കാട്ടി ശക്തിയുണ്ട്, ജീവന് മരണത്തെക്കാട്ടി ശക്തിയുണ്ട്. അതുകൊണ്ട് നിൻ്റെ വചനം ഞങ്ങൾ അയക്കുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളിലും ഡെലിവറൻസ് നടക്കട്ടെ. എവിടെയൊക്കെയാണ് അന്ധകാരശക്തി ഒളിച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ തീയാകുന്ന വെളിച്ചം അവിടെ കടന്ന് ചെല്ലട്ടെ അപ്പച്ച. അങ്ങനെ ഓരോ ഭവനങ്ങളിലും ഓരോ ഹൃദയങ്ങളിലും നിൻ്റെ വലിയ പ്രകാശം വെളിച്ചമായിട്ട്, പ്രകാശമായിട്ട്, കർത്താവിൻ്റെ നടും തൂണായിട്ട് പ്രകാശമണ്ഡലത്തിൽ നിന്നുകൊണ്ട് വചനം അയക്കുമ്പോൾ അത് ചെന്ന് കൊണ്ടിട്ട് പ്രവർത്തിക്കട്ടെ. വെളിച്ചമുണ്ടാകട്ടെ, ഇരുട്ടുമാറിപ്പോകട്ടെ. ദുഷ്ടൻ അവിടെ ഇരിക്കാനൊക്കത്തില്ല. ഒരു ഡെലിവറൻസ് അവിടെ നടക്കട്ടെ. ഓരോ ഭവനങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്യട്ടെ. ബാക്കി നാളത്തേക്ക് പറയുവാൻ തക്കവണ്ണമുള്ള ബലത്തിൽ നിർത്തിക്കട്ടെ അപ്പച്ച. കേൾക്കുവാൻ ചെവികൾ ഓർത്തിരിക്കട്ടെ അപ്പച്ച. വചനം ഞങ്ങൾ അയക്കുന്നത് പ്രവർത്തിക്കട്ടെ. അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ലല്ലോ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പച്ച. സംശയിക്കാതെ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.